Hello students, last class we salary, allowance, ഇതിന്റെയൊക്കെ മീനിങ്ങും ഇതിന്റെയൊക്കെ ടാക്സബിലിറ്റി എങ്ങനെയൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അടുത്ത ഒരു ഭാഗമാണ്. സാലറിയുടെ 3 സെക്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. 16, 15, 16, 17. ഇതിൽ 15 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 16 പറഞ്ഞിട്ടുണ്ട് ഡിഡക്ഷൻ ആണ്, 17 നമ്മൾ ഡെഫിനിഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഡെഫിനിഷനിൽ സാലറി എന്നുള്ള പാർട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാലറിയിൽ വരുന്ന ഡെഫിനിഷനിൽ എന്തൊക്കെ വരും തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ സാലറിയുടെ കോമ്പണൻറ്റുകൾ വരുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അലവൻസ്, അതും സാലറിയിൽ പെടുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ഡെഫിനിഷനിലെ രണ്ടാമത്തെ ഭാഗം, അതായത് ഓരോന്നിലും 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. സെക്ഷൻ 15 നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിൽ ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ സെക്ഷൻ 15 പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ അത് വരുന്നത് അഡ്വാൻസ് സാലറി, സാലറി ഡ്യൂ, ദെൻ അരിയർ സാലറി തുടങ്ങിയുള്ള 3 കാര്യങ്ങളാണ്. സെക്ഷൻ 16 നമ്മൾ 3 ഡിഡക്ഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ് 3 ഡിഡക്ഷൻസ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000, എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ പഠിച്ചു. ദെൻ 17 നമുക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് സാലറിയാണ്, സാലറിയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് പറയാനുള്ളത് പെർക്വിസിറ്റ്സ്, ദെൻ പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി. ഈ 3 കാര്യം. ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പെർക്വിസിറ്റ്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ സാലറി എന്താണ്, അലവൻസ് എന്താണ്, അതിൻ്റെ ടാക്സബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ നമ്മൾ പ്രീവിയസ് വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ പെർക്വിസിറ്റ്സ് എന്താണ്? പെർക്വിസിറ്റ്സ് എനി ബെനിഫിറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ്. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എനി ബെനിഫിറ്റ്സ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ. ഒരു വ്യക്തിക്ക് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ്സിനെയാണ് നമ്മളിവിടെ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ്, സാലറി അല്ലാതെ അതിലേക്ക് കിട്ടുന്ന മറ്റ് കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് പറയാം. ഓൾ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് പ്രോബബ്ലി ഇൻ കൈൻഡ് ആയിട്ടാണ് കൂടുതൽ. ദാൻ എനിത്തിങ് ഗിവൺ ഇൻ ക്യാഷ് ഈസ് ആൾസോ we can say some sort of cash payment is also treated as perquisites. We can explain that, or there are some examples. You may go through that one. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പെർക്വിസിറ്റ്സ് 3 തരമാണുള്ളത്. 3 kinds of perquisites are there. ഒന്ന് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്, ദെൻ പെർക്സ് ടാക്സബിൾ ടു സ്പെസിഫൈഡ് എംപ്ലോയീസ്, ദെൻ പെർക്സ് ടാക്സബിൾ ടു ആൾ എംപ്ലോയീസ്. 3 തരത്തിലുള്ള പെർക്വിസിറ്റ്സ് ആണുള്ളത്. ഒന്ന് ടാക്സബിൾ, ദെൻ ടാക്സ് ഫ്രീ, വൺ ഈസ് ടാക്സ് ഫ്രീ, ദെൻ പെർക്സ് ടാക്സബിൾ ടു സ്പെസിഫൈഡ് എംപ്ലോയീസ് ആൻഡ് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസ്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ പെർക്വിസിറ്റ്സ് ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് പറയാം. ടാക്സ് വളരെ ഈസി ആയിട്ട്. ടീ സ്നാക്ക് പ്രൊവൈഡഡ് ഇൻ വർക്ക് പ്ലേസ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് പെർക്സ്. ടീ ഓർ സ്നാക്ക്. ദെൻ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അറ്റ് ദ സൈറ്റ്, ജോലി ചെയ്യുന്ന സൈറ്റിൽ തന്നെ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ അതും എക്സംപ്റ്റഡ് ആണ്. ദെൻ എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോണിൻ്റെ എക്സ്പെൻസുകളൊക്കെ എക്സംപ്റ്റഡ് ആണ്. ദെൻ സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ് ആൻഡ് ചിൽഡ്രനും എംപ്ലോയീസിനും കൊടുക്കുന്ന സ്കോളർഷിപ്പ് എക്സംപ്റ്റഡ് ആണ്. നേരത്തെ നമ്മൾ മോണിറ്ററി എന്ന് പറഞ്ഞ ഇൻ ക്യാഷ് ഓർ കൈൻഡ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഒരുപക്ഷെ എന്തായിരിക്കാം, ഇൻ ക്യാഷ് ആയിരിക്കാം, അതും എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ദെൻ കൺവെയൻസ് ഫെസിലിറ്റി ഇപ്പോൾ എംപ്ലോയിക്ക് വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബസ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനും വരാനുള്ള ഒരു കൺവെയൻസ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കൺവെയൻസ് ഫെസിലിറ്റിയുടെ വാല്യൂം എന്താണ്, എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ് കൺവെയൻസ് ഫെസിലിറ്റി. ദെൻ എക്സ്പെൻസസ് ഓൺ റിഫ്രഷർ കോഴ്സസ്. ഇനി ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില റിഫ്രഷർ കോഴ്സുകൾ എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് പെർക്വിസിറ്റ് ആണ്. ദെൻ ടാക്സ് ബൈ ദ എംപ്ലോയർ ഓൺ ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. നമ്മൾ ഈ പെർക്വിസിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അത് അതിൻ്റെ ടാക്സ് എംപ്ലോയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടാക്സും എന്താണ്, അത് വീണ്ടും പെർക്വിസിറ്റായി ആഡ് ചെയ്യുന്നില്ല, അതെന്താണ്, അത് എക്സംപ്റ്റഡ് ആണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി. അതുപോലെ എന്ത് ചെയ്യില്ല, ഇത് ഇവിടെ ചെയ്യുന്നില്ല. ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ പെർക്വിസിറ്റ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ആ പെർക്വിസിറ്റ്സ് വരുന്ന ടാക്സ് എംപ്ലോയർ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് നമ്മൾ ഇവിടെ സാലറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം. എംപ്ലോയർ സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതും ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ പെർക്വിസിറ്റ് ടു ഗവൺമെൻറ് എംപ്ലോയീസ് പോസ്റ്റഡ് അബ്രോഡ്.
ഗവൺമെൻറ് എംപ്ലോയീസിന് അബ്രോഡിൽ ഇന്ത്യക്ക് പുറത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന പെർക്വിസിറ്റ്സ് എല്ലാം തന്നെ എന്താണ് എക്സംപ്റ്റഡ് ആണ്. പ്രൊവൈഡഡ് വൺ കണ്ടീഷൻ, ഹി ഷാൾ ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ, ദാറ്റ്സ് ഓൾ. ദെൻ അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ ആ പെർക്വിസിറ്റ് അദ്ദേഹത്തിന് കിട്ടും. ദെൻ പെർക്വിസിറ്റ്സ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജസിന് കിട്ടുന്ന, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതി ജഡ്ജസിന് കിട്ടുന്ന, ഹൈക്കോർട്ടിലെയും ജഡ്ജസിന് കിട്ടുന്ന പെർക്വിസിറ്റ് എക്സംപ്റ്റ് ആണ്. റെന്റ് ഫ്രീ ഹൗസ് ടു മിനിസ്റ്റേഴ്സിന് കിട്ടുന്ന റെന്റ് ഫ്രീ ഹൗസ്. ഓഫീസേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ്, ചില കാറ്റഗറിയിലെ ഓഫീസേഴ്സ്, പാർലമെൻറ്റിലെ ഓഫീസേഴ്സ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡർ, ഇവർക്ക് കൊടുക്കുന്ന പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ റെന്റ് ഫ്രീ ഹൗസ് എന്താണ്, അത് എക്സംപ്റ്റഡ് ആണ്. ദെൻ ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ഫ്രീ യൂസ്. ലാപ്ടോപ്പും കമ്പ്യൂട്ടേഴ്സും ഒരു എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ പെർക്വിസിറ്റ്സും അല്ലെങ്കിൽ ആ ഫ്രീ യൂസേജിന് കൊടുക്കുന്നതും എന്താണ് എക്സംപ്റ്റ്. ഫ്രീ യൂസ് എന്നാണ് പറഞ്ഞത്, യൂസേജിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് എക്സംപ്റ്റഡ് ആണ്. ദെൻ പീരിയോഡിക്കൽസ് ആൻഡ് ജേണൽസ്, ഇപ്പോൾ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് പീരിയോഡിക്കൽസും ജേണൽസും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ അപ് ടു 20,000 അഗ്രിഗേറ്റ്. ഇനി എംപ്ലോയിക്ക് ലോൺ കൊടുക്കുകയാണ്, 20,000 വരെയുള്ള ലോണാണ്, ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്ന് പറയുമ്പോൾ ലോണിൻ്റെ എമൗണ്ട് അല്ല ടാക്സബിൾ, ആ ഇൻട്രസ്റ്റ് ഫ്രീ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ബാങ്കിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എംപ്ലോയി ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഒരു ബെനിഫിറ്റാണ് എംപ്ലോയിക്ക്. ആ ബെനിഫിറ്റ് എന്താണ് പെർക്വിസിറ്റ് ആണ്. അത് സാലറി ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടത് എന്നുള്ളതാണ്. 20,000 രൂപ വരെ ആണെങ്കിൽ അത്തരത്തിലുള്ള പെർക്വിസിറ്റ്സ് എന്ത് ചെയ്യേണ്ട, നമ്മൾ സാലറിയിൽ ആഡ് ചെയ്യേണ്ടതില്ല. ദെൻ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ അപ് ടു 20,000. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഫോർ എ സ്പെസിഫൈഡ് ഡിസീസസ്, ചില ഡിസീസസുകൾക്കുള്ള. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആഫ്റ്റർ യൂസിങ് മോർ ദാൻ 10 years അതർ ദാൻ കാർ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ചില അസറ്റുകൾ 10 വർഷം കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്തല്ല, പെർക്വിസിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. ദെൻ ലീവ് ട്രാവൽ കൺസെഷൻ, അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം. ആദ്യം പറയുന്നത് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തെ ടീ സ്നാക്ക് പ്രൊവൈഡഡ് വർക്ക് പ്ലേസ്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അറ്റ് ദ സൈറ്റ്, എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ ബിൽ or mobile phone, scholarship to employees, conveyance facility, expenses on refresher courses, tax paid by the employer on the value of perquisites, then employer contributions to staff group insurance, perquisites to government employees who is working abroad, then perquisites to high court or supreme court judges, rent free accommodation provided to the officers of the parliament or ministers or opposition leader, then laptop or computer for free use ആണ്. Then periodicals and journals which is used for the official purpose. Then interest free concessional loan up to 20,000, interest free loan for a specified diseases, transfer of assets after using more than 10 years. 10 വർഷം കഴിഞ്ഞിട്ട് എംപ്ലോയർ യൂസ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യും, എംപ്ലോയിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ലീവ് ട്രാവൽ കൺസെഷൻ, ഇത്രയും പെർക്വിസിറ്റ്സ്, ഒരു 18ഓളം പെർക്വിസിറ്റ്സ് ഉണ്ട്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്ന് എന്ത് വന്നാലും ഇത് ടാക്സ് ഫ്രീ ആണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം, ഏതെങ്കിലും ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ ടാക്സ് ഫ്രീ ഉണ്ടാവും, പിന്നെ സ്പെസിഫൈഡ് എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ള ഉണ്ടാവും, എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ള ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടാക്സ് ഫ്രീ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും നമ്മൾ അല്ലെങ്കിൽ ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് വരുന്നത് ആദ്യത്തേത് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഒരു എംപ്ലോയിക്ക് താമസ സൗകര്യം കൊടുത്തു, റെൻ്റൊന്നും തരേണ്ട, ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. അങ്ങനെ കൊടുക്കുന്നതാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുക, വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അങ്ങനെ ഒരു എംപ്ലോയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ വാല്യൂഷൻ എങ്ങനെയെന്നുള്ള നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അത് ഓരോന്നായിട്ട് വിശദീകരിക്കും. ഓക്കെ, ദെൻ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ കൺസെഷണൽ റെൻറ്റ്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം,
ഫ്രീ ആയിട്ട് കൊടുക്കില്ല, മറിച്ച് എന്ത് ചെയ്യും, റെൻറ്റ് കുറച്ചിട്ട് കൊടുക്കും. അവിടെയും എംപ്ലോയിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്, ടാക്സബിൾ ആണ്. എത്ര ബെനിഫിറ്റ് ആണോ കിട്ടുന്നത്, അപ്പോൾ ആ ബെനിഫിറ്റ് എന്താണ്, അദ്ദേഹത്തിന് ടാക്സബിൾ ആണ്. അത് എങ്ങനെയാണ് നമ്മൾ പഠിക്കും. ദെൻ ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് കൊടുക്കാതെ എംപ്ലോയി താമസിക്കുന്നു. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടിട്ട് എങ്ങനെ വാല്യുവേഷൻ കാണുന്നത് നമ്മൾ പറയുന്നുണ്ട്, പിന്നീട് പറയും. ആ വാല്യൂ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ്. ദെൻ ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി പെയ്ഡ് ബൈ ദ എംപ്ലോയർ. ചിലപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യാം, എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻ കൊടുക്കാം. എക്സാമ്പിൾ ക്ലബിൻ്റെ അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ബില്ല് കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോൺ റീപേയ്മെൻറ്റ്. ദെൻ സാലറി ടു സെർവൻറ്റ്. അപ്പോൾ എംപ്ലോയി ഒരു സെർവൻറ്റിനെ നിയോഗിച്ചു, എന്നിട്ട് ആ എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്നു, എംപ്ലോയർ ക്യാഷ് കൊടുത്തു അല്ലെങ്കിൽ സാലറി കൊടുത്തു. ദെൻ ലീഗൽ എക്സ്പെൻസ്. ഇങ്ങനത്തെ ചില എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻസ് എംപ്ലോയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. എത്രയാണോ കൊടുത്തത് അതെന്ത് ചെയ്യും, ഇതിവിടെ ആഡ് ചെയ്യപ്പെടും. ദെൻ എനി സം ടു അഫക്റ്റ് ദ ഇൻഷുറൻസ് ഓഫ് ലൈഫ് ഓഫ് എംപ്ലോയി. ഇനി എംപ്ലോയിയുടെ പേരിൽ എന്തെങ്കിലും ഒരു ലൈഫ് ഇൻഷുറൻസ് ഓഫ് ലൈഫ് ഓഫ് ദി എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ആന്യൂറ്റി പ്ലാൻ പോലെയുള്ള എംപ്ലോയിയുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടെ എന്താണ്, ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. എല്ലാ എംപ്ലോയീസിനും എന്താണ്, ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. അതർ ദാൻ ആർ പി എഫിലേക്ക് കൊടുത്താൽ ടാക്സബിൾ അല്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 12% വരെ ആണെങ്കിൽ അത് ടാക്സബിൾ അല്ല. 12% മുകളിലാണ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ആർ പി എഫ് എന്ന് പറഞ്ഞിട്ട്. അതർ ദാൻ ആർ പി എഫ് ആൻഡ് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് ഓർ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. ഇത്തരത്തിലുള്ള ഫണ്ടുകളിലല്ലാതെ വേറെ ഏതെങ്കിലും ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടുകളിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ഇപ്പോൾ 4 പറഞ്ഞിട്ടുള്ളത്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ, അത് അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നൊക്കെ. ദെൻ അക്കോമഡേഷൻ അറ്റ് കൺസെഷൻ റെൻറ്റ്, ഒബ്ലിഗേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ എംപ്ലോയി. ദെൻ എനി സം ടു എഫക്ട് ദ ഇൻഷുറൻസ് ഓഫ് ലൈഫ് ഓഫ് എൻ എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ആന്യൂറ്റി. എന്തെങ്കിലും ഒരു ആന്യൂറ്റി പ്ലാനിൽ, ലൈഫ് ഇൻഷുറൻസ് ആന്യൂറ്റി പ്ലാനിൽ പിന്നെ എംപ്ലോയർ കൊടുക്കുന്നുണ്ടെങ്കിൽ. അതർ ദാൻ ആർ പി എഫ്, അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് ആൻഡ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. ഈ സൂപ്പറാനുവേഷൻ ഫണ്ടൊക്കെ പിന്നീട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അതർ ദാൻ എന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ദെൻ അടുത്തത് വാല്യൂ ഓഫ് സെറ്റിക്വിറ്റി ഗിവൺ ഫോർ ഫ്രീ ഓർ ഓൺ കൺസെഷൻ റൈറ്റ്. ഇനി എംപ്ലോയിക്ക് എന്ത് ചെയ്യുക, സെറ്റിക്വിറ്റി കൊടുക്കുക. സെറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന ഷെയർസിനെയാണ് നമ്മൾ സെറ്റിക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ സെറ്റിക്വിറ്റി ഷെയർസ് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ കാൽക്കുലേഷൻ കൊണ്ട് നമ്മൾ പഠിക്കും, പിന്നീട് പറയാം. ദെൻ കോൺട്രിബ്യൂഷൻ ടു സൂപ്പറാനുവേഷൻ ഫണ്ട് എക്സീഡിങ് 1.5 lakh. സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ് ഇഫ് ഇറ്റ് ഈസ് എബവ് 1.5 lakh rupees. 1.5 lakh rupeesൻ്റെ മുകളിൽ സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്താണ്, അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്, ടാക്സബിൾ ആണ്. ശ്രദ്ധിക്കണേ, നേരത്തെ നമ്മൾ സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞു അല്ലേ, എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് 1.5 lakhന് മുകളിൽ വരികയാണെങ്കിൽ എന്താണ്, അത് ടാക്സബിൾ ആണ്. അപ്പോൾ ഓക്കെ ആണോ? അതാ ഇവിടെ തൊട്ട് മുമ്പുള്ള നോക്ക്, എനി സം എഫക്റ്റ് ടു ദ ആൻ ഇൻഷുറൻസ് ഓഫ് ദി ലൈഫ് ഓഫ് എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ആന്യൂറ്റി അതർ ദാൻ ആർ പി എഫ്, അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് ആൻഡ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. ഈ ഫണ്ടിലേക്ക് ഒഴികെയുള്ള മറ്റുള്ള ഏതെങ്കിലും ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. ദെൻ സൂപ്പറാനുവേഷൻ ഫണ്ടിൻ്റെ പിന്നെ പറഞ്ഞു 1,50,000 മുകളിൽ സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ എക്സീഡ്സ് 20,000. നേരത്തെ നമ്മൾ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ പറഞ്ഞിട്ടുണ്ട്, അപ് ടു 20,000 പറഞ്ഞത്. അപ്പോൾ 20,000 മുകളിലുണ്ടെങ്കിൽ എന്താണ്, ടാക്സബിൾ ആണ്. എല്ലാ എംപ്ലോയീസിനും എന്താണ്, ടാക്സബിൾ ആണ്. അപ്പോൾ ഇനി ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ്? അപ്പോൾ എന്താണ് അവിടെ ടാക്സബിൾ, എന്താണ് നമ്മൾ സാലറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക? ആ 20,000 രൂപയാണോ? അല്ല, 20,000 രൂപ പെർക്വിസിറ്റ് അല്ല. എന്താണ് പെർക്വിസിറ്റ്? ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്ത ലോണാണ്. അതെന്ന് പറഞ്ഞാൽ ആ എത്രയാണോ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് കൊടുത്തിട്ടുള്ളത്, അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് പെർക്വിസിറ്റായി വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ആണ് എന്ത്, പെർക്വിസിറ്റായി വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്, എങ്ങനെ ഇൻട്രസ്റ്റ് മാനദണ്ഡം നോക്കാം? മാനദണ്ഡം നോക്കുന്നതാണ് ഇത് അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. SBI ഇൻട്രസ്റ്റ് റേറ്റ്, SBI ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നോക്കുക. ഇപ്പോൾ ഒരു ലോൺ തന്നു, എനിക്ക് ലോൺ തന്നു, SBIയുടെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 7%.
എന്നാൽ എൻ്റെ എംപ്ലോയർ എന്നോടൊന്നും വാങ്ങിച്ചില്ല, എനിക്ക് ലോൺ തന്നു. 20,000 മുകളിലാണോ 20,000 താഴെയാണെങ്കിൽ അത് ഫ്രീ ആണ്, പെർക്വിസിറ്റ്സ് ഫ്രീ ആണ്, ടാക്സബിൾ അല്ല. 20,000 മുകളിൽ ഒരു 40,000 തന്നു. അപ്പോൾ SBI 7.5 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 7.5% വെച്ചിട്ട് എൻ്റെ സാലറിയിലേക്ക് ആഡ് ചെയ്യും. കാരണം എന്താ, അതൊരു ബെനിഫിറ്റ് എംപ്ലോയർ തന്നതാണ്. അതല്ല, ഇനി എന്നോടൊരു 5% ചാർജ് ചെയ്തു, കൺസെഷൻ റേറ്റിനാണ് തന്നെന്ന് വിചാരിക്കുക. കൺസെഷൻ റേറ്റിന് തന്നു. SBI എത്ര 7.5 തരുന്നത്, എൻ്റെ എംപ്ലോയർ പറഞ്ഞു നീ ഒരു 4% തന്നാൽ മതി. അപ്പോൾ എത്ര ഡിഫറൻസ്, 7.5 അല്ലെങ്കിൽ 7.5 മൈനസ് 4%, 3.5% വെച്ചിട്ട് എന്താണ് എനിക്ക് ബെനിഫിറ്റാണ്. ആ ബെനിഫിറ്റ് എന്ത് ചെയ്യണം, പെർക്വിസിറ്റ് ആയിട്ട് ആഡ് ചെയ്യണം എന്നർത്ഥം. ദെൻ വാല്യൂ ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓർ അമ്യൂണിറ്റീസ്. വാല്യൂ ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓർ അമ്യൂണിറ്റീസ്. അപ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് മറ്റുള്ള ബെനിഫിറ്റുകളും ആൻഡ് അമ്യൂണിറ്റീസ്, താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. അമ്യൂണിറ്റീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷണൽ ലോൺ, അതായത് ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷണൽ ലോൺ, ഇൻട്രസ്റ്റ് ഫ്രീ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹോളിഡേ എൻജോയ്മെൻറ്റ്, ഹോളിഡേ എൻജോയ്മെൻറ്റിൻ്റെ അത് എക്സംപ്റ്റ് ഇഫ് അവൈലബിൾ ഫോർ ഓൾ. ഹോളിഡേ എൻജോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ അല്ലെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവറി എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനും യൂണിഫോം ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ് എങ്കിൽ അതെന്താണ്, അത് എക്സംപ്റ്റഡ് ആണ്. അല്ല എങ്കിൽ എന്താണ്, അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ദെൻ ഫ്രീ ഫുഡ്, നേരത്തെ നമ്മൾ ടീ ആൻഡ് സ്നാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഫുഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. ടീ ആൻഡ് സ്നാക്ക് ആണെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഫുഡിൻ്റെ കേസിലാണെങ്കിൽ അപ് ടു 50 rupees വരെ എക്സംപ്റ്റഡ് ആണ്. അതിന് മുകളിലേക്ക് വരുന്ന ഫുഡിൻ്റെ പ്രൈസ്, ഇപ്പോൾ ക്യാൻറ്റീനിൽ നിന്നൊക്കെ കൊടുക്കുന്ന ടോക്കണൊക്കെ ഉണ്ടാവാം. അപ്പോൾ 50 rupees വരെ, 70 rupeesൻ്റെ ഫുഡാണ് കൊടുക്കുന്നതെങ്കിൽ 50 rupees വരെ എക്സംപ്റ്റഡ് ആണ്. ബാക്കി 20 rupees എന്ത് ചെയ്യണം, എംപ്ലോയി അത് അദ്ദേഹത്തിൻ്റെ സാലറിയിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 50 rupees വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഫ്രീ ഫുഡ് ഈസ് എ ടാക്സബിൾ പെർക്വിസിറ്റ്സ്, ബട്ട് ദർ ഈസ് എക്സംഷൻ അപ് ടു 50 rupees. എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്, പക്ഷേ 50 rupees വരെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ആണ്. എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്സ് ആണ് പറഞ്ഞു വരുന്നത്. അതിൽ ഫ്രീ ഫുഡ് എന്താണ്, ടാക്സബിൾ ആണ്, പക്ഷേ എന്തുണ്ട്, എക്സംഷൻ ഉണ്ട്. 50 rupees വരെ എന്തുണ്ട്, എക്സംഷൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഗിഫ്റ്റിൻ്റെ കേസിൽ ഗിഫ്റ്റ് ഇൻ കൈൻഡ് ഈസ് എക്സംപ്റ്റ് അപ് ടു 5,000 rupees. ഗിഫ്റ്റ് ഇൻ കൈൻഡ് ആണ് എങ്കിൽ, കൈൻഡായിട്ട് കൊടുക്കുന്നതാണ് എങ്കിൽ, എന്തെങ്കിലും വസ്തുക്കളായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ 5,000 rupees വരെ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ക്യാഷ് ആണെങ്കിലോ ഫുള്ളി ടാക്സബിൾ. അവിടെ 5,000 rupeesൻ്റെ ലിമിറ്റ് ഇല്ല. ഇനി ക്യാഷ് ആണെന്നില്ല, ചെക്കായാലും മതി, വിച്ച് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ഇൻ ടു ക്യാഷ്, റൈറ്റ്? അങ്ങനത്തെ ഇതാണ് എങ്കിലും എന്താണ്, അതും എക്സംഷൻ ഇല്ല, അതൊന്നും ഫുള്ളി ടാക്സബിൾ ആണ്. കൈൻഡ് ആണ് എങ്കിൽ 5,000 rupees വരെ എക്സംപ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗിഫ്റ്റ് ഇൻ കൈൻഡ് ഈസ് ടാക്സബിൾ if it is gift is taxable perquisite, and if it is gift in kind, it is taxable only if it is above 5,000 rupees. Then expenses of credit card. ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്പെൻസ് ഒക്കെ എംപ്ലോയർ ആണ് കൊടുക്കുന്നത്. അതിൻ്റെ ആനുവൽ ഫീ ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഫീ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എംപ്ലോയർ ആണ് കൊടുക്കുന്നതെങ്കിൽ എത്രയാണോ കൊടുക്കുന്നത് അത് സാലറിയിലേക്ക് ആഡ് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഈസ് എ ടാക്സബിൾ പെർക്വിസിറ്റ്. ദാറ്റ്സ് എ ടാക്സബിൾ പെർക്വിസിറ്റ്സ്. Then if it is used, if the credit card is used exclusively for official purpose, then the value shall be nil. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ബിസിനസ്സിൻ്റെ പർപ്പസിനാണ് എങ്കിൽ, ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ചിലവ് എന്ത് ചെയ്യാം, അത് ടാക്സ് ഫ്രീ ആണ് അല്ലെങ്കിൽ നില്ലാണ്. അല്ല എങ്കിൽ എന്ത് ചെയ്യണം, ഫുള്ളി ടാക്സബിൾ ആണ് എന്ന് പറഞ്ഞാൽ പെർക്വിസിറ്റ് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് മാറും. ദെൻ ക്ലബ് എക്സ്പെൻസസ്. ഇനി ഏതെങ്കിലും ക്ലബിലൊക്കെ എംപ്ലോയി ജോയിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നിൽ വാല്യൂ ഇഫ് ഹോൾലി യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ അവൈലബിൾ ഫോർ ഓൾ എംപ്ലോയീസ്. ഇതിൻ്റെ വാല്യൂ നില്ലായിരിക്കും. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഫുള്ളായിട്ട് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലബ്ബാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് നിൽ വാല്യൂ ആണ്, പെർക്വിസിറ്റ്സിന് നിൽ വാല്യൂ ആണ്. ഇനി അതല്ല, എല്ലാ എംപ്ലോയീസിനും അവൈലബിൾ, ഇപ്പോൾ ഹെൽത്ത് ക്ലബ്ബ് ഉണ്ട് അല്ലെങ്കിൽ സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്, ഇങ്ങനത്തെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, ഇത് എല്ലാ എംപ്ലോയീസിനും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ എംപ്ലോയീസിനും അവൈലബിൾ ആക്കിയിട്ടുള്ള ക്ലബ്ബാണ് എങ്കിൽ അതും എന്താണ്, നിൽ വാല്യൂ ആണ്. അല്ലാതെ എന്ത് ക്ലബ്ബ് എക്സ്പെൻസ് കൊടുത്താലും അത് ഫുള്ളി ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ ഫുള്ളി ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ദെൻ യൂസ് ഓഫ് മൂവബിൾ അസെറ്റ്.
യൂസ് ഓഫ് മൂവബിൾ അസറ്റ്, എംപ്ലോയറുടെ ഏതെങ്കിലും മൂവബിൾ അസറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നോക്ക്, if the movable asset is belongs to employer, then 10% per annum of the cost of the asset. അപ്പോൾ ഒരു മൂവബിൾ അസറ്റ് ഉണ്ട്, ഈ മൂവബിൾ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഈ മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ആ ടാക്സബിൾ പെർക്വിസിറ്റ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണ്? 10% per annum of the cost. അത് എംപ്ലോയറുടെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എംപ്ലോയറുടെ അസറ്റ് ആണ് എങ്കിൽ അതിൻ്റെ 10% ഓഫ് ദി കോസ്റ്റിൻ്റെ 10% ആണ് ഒരു വർഷത്തേക്ക്, പെർ ആനം ബേസിൽ കേട്ടോ, ഒരു വർഷത്തേക്ക്. അപ്പോൾ 3 മാസമാണെങ്കിൽ പെർ ആനം ഒരു വർഷത്തേക്കാണ് 10%, 3 മാസത്തേക്ക് കറസ്പോണ്ടിങ് എടുത്താൽ മതി എന്നർത്ഥം. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനനുസരിച്ച്. ദെൻ കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് ഇഫ് റെൻറ്റഡ് ദെൻ റെൻറ്റ് പേയബിൾ ബൈ ദ എംപ്ലോയർ മൈനസ് എമൗണ്ട് റിക്കവർഡ് ഫ്രം ദ എംപ്ലോയി. ഇനി റെൻറ്റിന് എടുത്ത് കൊടുത്തതാണെങ്കിലോ, ഒരു അസറ്റ് റെൻറ്റിന് എടുത്ത് കൊടുത്താണെങ്കിൽ, ലീസിന് എടുത്ത് കൊടുത്തതാണ് എങ്കിൽ എത്രയാണോ അതിൻ്റെ ലീസ് അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കുന്നത് അത്രയാണ് അതിൻ്റെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ, മൈനസ് എനി എമൗണ്ട് റിക്കവർഡ് ഫ്രം. ഇനി എംപ്ലോയി എന്തെങ്കിലും ഇപ്പോൾ ഒരു 5000 രൂപക്ക് റെൻ്റ് എടുത്തിട്ട് ഒരു സാധനം കൊടുക്കുക, 5000 രൂപ മുതലാളി അടക്കുന്നുണ്ട് അല്ലെങ്കിൽ എംപ്ലോയർ അടക്കുന്നുണ്ട്. അങ്ങനെ എംപ്ലോയർ അടക്കുന്നുണ്ടെങ്കിൽ ആ 5000 ആണ് അതിൻ്റെ വാല്യൂ, പെർക്വിസിറ്റിൻ്റെ വാല്യൂ. ഇനി 2000 രൂപ എംപ്ലോയിയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിലോ, ആ 2000 കഴിച്ചിട്ടുള്ള 3000 ആണ്. 5000 മൈനസ് 2000 എംപ്ലോയിയുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്, അത്രയാണ് അതിൻ്റെ. അപ്പോൾ 3000 ആണ് പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഒരു വാല്യൂ എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വാല്യൂ എന്താണ്, സാലറിയിലേക്ക് പെർക്വിസിറ്റായിട്ട്, ടാക്സബിൾ പെർക്വിസിറ്റായിട്ട് സാലറിയിലേക്ക് എന്ത് ചെയ്തോളണം, ആഡ് ചെയ്തോളണം എന്നർത്ഥം. സോ യൂസ് ഓഫ് മൂവബിൾ അസറ്റ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇഫ് ദ അസറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ എംപ്ലോയർ മോർ ദാൻ 10 years ദെൻ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് 10 വർഷം എംപ്ലോയർ അത് യൂസ് ചെയ്തിട്ട് പിന്നീടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകൾ 10 വർഷം യൂസ് ചെയ്തിട്ട് പിന്നെയാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്, ആ അസറ്റാണ് എങ്കിൽ അത് എന്ത് ചെയ്യേണ്ട, അത് വീണ്ടും പിന്നെ പെർക്വിസിറ്റിൽ ആഡ് ചെയ്യേണ്ടതില്ല. അല്ലാത്ത കേസിലാണ് എങ്കിൽ മൂവബിൾ അസറ്റ് എംപ്ലോയിയുടെ അത് എംപ്ലോയറുടെ ഉടമസ്ഥതയിലുള്ളതാണ് എങ്കിൽ അതിന് 10% ഓഫ് ദി കോസ്റ്റ് ആണ്. അല്ല എങ്കിൽ ഇനി റെൻറ്റഡിനടുത്താണെങ്കിൽ ലീസിനാണ് എങ്കിൽ എത്രയാണോ അതിൻ്റെ റെൻറ്റഡ് എമൗണ്ട് കൊടുക്കുന്നത് മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യുന്ന എമൗണ്ട്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ദി അസറ്റ്. സോ യൂസ് ഓഫ് മൂവബിൾ അസറ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് അപ്പോൾ ഇനി പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ദി അസറ്റ്. അപ്പോൾ യൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്, ക്ലിയർ ആണോ? ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ആണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് അതിൻ്റെ ഓണർഷിപ്പ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അതാണ് മാറ്റം. ആദ്യം പറഞ്ഞ യൂസ് ആണ്, ഇനി പറയുന്നത് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്, കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ്. കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ലാപ്ടോപ്പ് എന്താണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. യൂസ് ഓഫ് ലാപ്ടോപ്സ്, ഫ്രീ യൂസ് ഓഫ് ലാപ്ടോപ്പ് എന്താണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പറയുന്നത് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിക് ഐറ്റംസ് മീൻസ് ദ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഡിവൈസസ് ഓഫ് ദി കമ്പ്യൂട്ടർ. അപ്പോൾ സ്റ്റോറേജ് ഇലക്ട്രോണിക് ഐറ്റംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ലൈക്ക് വാഷിംഗ് മെഷീൻസ്, ഓവൻ, മിക്സർ. ഇതൊന്നും എന്തായാലും ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ കമ്പ്യൂട്ടർ അതിനോട് അലീഡ് ആയിട്ടുള്ള ഡിവൈസസുമാണ് ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ മൂവബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ കാണുന്നത് ഇങ്ങനെയാണ്. ആദ്യം അതിൻ്റെ കോസ്റ്റ് എടുക്കും, കോസ്റ്റ് ലെസ് 50% ഓഫ് ഡിപ്രീസിയേഷൻ പെർ ആനം അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ 50% ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് കുറക്കും. അപ്പോൾ 30,000 രൂപയുടെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊടുത്തു എന്ന് വിചാരിക്കും, 35,000 ഒരു കമ്പ്യൂട്ടർ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് 35,000 ആണ്. ദെൻ ലെസ് 50%, 30,000 ഫോർ കാൽക്കുലേഷൻ പർപ്പസ് ലെറ്റ് മീ ചേഞ്ച് ദ എമൗണ്ട്. 30,000 ആയി എടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ എംപ്ലോയർ പിന്നെ എംപ്ലോയിക്ക് കൊടുത്തു. ട്രാൻസ്ഫറാണ്, യൂസേജിനല്ല, ട്രാൻസ്ഫറാണ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് അടുക്കുക അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ, എത്രയാണ് കോസ്റ്റ്, 30,000 മൈനസ് 50% ഒരു വർഷത്തേക്ക് എത്രയാണ് ഡിപ്രിസിയേഷൻ, 50% ഡിപ്രിസിയേഷൻ കുറക്കും. അപ്പോൾ 15,000 എന്ന് കുറക്കും. ബാക്കി എത്ര 15,000 ഉണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് കുറക്കേണ്ടത്, അടുത്ത വർഷം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് കുറക്കേണ്ടത്. അപ്പോൾ ഈ വർഷം വാങ്ങിച്ചാലേ, അപ്പോൾ നമ്മൾ ഇവിടെ 15,000 കൊടുക്കുന്നു, ബാക്കി എത്ര ഉണ്ട്, 15,000 ഉണ്ട്.
ഇനി എന്ത് ചെയ്യണം? ഇനി മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. ഇനി എംപ്ലോയിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും എമൗണ്ട് പിന്നെ ഓണർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, എംപ്ലോയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കുറക്കാം. ഒരു 10,000 രൂപ തരണമെന്ന് എംപ്ലോയർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂ ഓഫ് പെർക്വിസിറ്റ്? 5,000 rupees. എന്താ കാരണം? എന്താ? ടോട്ടൽ കോസ്റ്റ് 30,000, 50% ഡിപ്രീസിയേഷൻ. അപ്പോൾ 30,000 50% എന്ന് പറഞ്ഞാൽ 15,000. അപ്പോൾ 15,000 കുറഞ്ഞു. ദെൻ എന്നോട് ഓണർ എത്ര വാങ്ങിച്ചു? 10,000 രൂപ വാങ്ങിച്ചു. അതും കൂടെ കുറച്ചു. അപ്പോൾ തന്നെ 5,000 രൂപയാണ് എന്ത്? പെർക്വിസിറ്റ്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ എന്തല്ല ഇതിലല്ല കേട്ടോ, 50% വന്നിട്ട് അല്ല വരിക. അതിനെന്താ വെച്ചാൽ നമ്മൾ അത്രയും 50% കൊടുക്കുമ്പോൾ പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ കുറയാണ് അല്ലേ? അപ്പോൾ അത്രയും ബെനിഫിറ്റാണ് എംപ്ലോയിക്ക്. അതുകൊണ്ടാണ് വാഷിംഗ് മെഷീനും മറ്റുള്ളതൊക്കെ അതർ അസറ്റിലാണ് വരിക. ദെൻ ഇൻ കേസ് ഓഫ് മോട്ടോർ കാർ, ഇനി മോട്ടോർ കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് മൈനസ് 20%. ഇതുപോലെ തന്നെ കോസ്റ്റ് മൈനസ് 1 lakh rupees ഒരു ബൈക്കാണ് തന്നതെന്ന് വിചാരിക്കുക. ബൈക്ക് തന്നു, അങ്ങനെയാണ് എങ്കിൽ എനിക്ക് ഫുള്ളായിട്ട് തന്നതാണ്. അപ്പോൾ 1 lakh rupees മൈനസ് 20%. 20% വരുമ്പോൾ 20,000 രൂപ കുറച്ച് 80,000 അതിൻ്റെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. മൈനസ് എനി എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് വേറെ എന്തെങ്കിലും എമൗണ്ട് വാങ്ങി. എന്നോട് പറഞ്ഞു ഒരു 20,000 രൂപ നീ താ, എന്നിട്ട് നീ ബൈക്ക് എടുത്തോ എന്ന് പറഞ്ഞു. 1 lakh rupees ബൈക്കാണ്. അപ്പോൾ 1 lakh മൈനസ് 20% ഡിപ്രീസിയേഷൻ. അപ്പോൾ 20,000 കുറഞ്ഞു. ദെൻ 20,000 രൂപ എന്നോട് ചാർജ് ചെയ്തു അല്ലേ? അപ്പോൾ എത്ര? 80,000 ആയിട്ടുണ്ട് ഇപ്പോൾ വാല്യൂ. പിന്നെ 20,000 കുറഞ്ഞു 60,000 രൂപ. 60,000 രൂപയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. അതെന്തെങ്കിലും സാലറിയിലേക്ക് ആഡ് ചെയ്യണം. ടാക്സബിൾ ആണ്, ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഓക്കെ. സോ കോസ്റ്റ് ലെസ് 50% ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്. ഇൻ കേസ് ഓഫ് മോട്ടോർ കാർ കോസ്റ്റ് മൈനസ് 20% മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. എംപ്ലോയിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച്. അതുപോലെ അതർ അസറ്റ് കോസ്റ്റ് മൈനസ് 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ ഓവന്, ഫ്രിഡ്ജ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരിക. 10% മൈനസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദ എംപ്ലോയി. ഒരു ഫ്രിഡ്ജ് കൊടുത്തു, 7,000 രൂപയുടെ ഫ്രിഡ്ജാണ്. അപ്പോൾ അവിടെ എത്ര വരും? റെഫ്രിജറേറ്റർ 7,000 രൂപയുടേതാണ്. അപ്പോൾ 7,000 രൂപ കോസ്റ്റ് എത്ര? 7,000 മൈനസ് 10% 700 രൂപ കുറയും. ദെൻ എമൗണ്ട് ചാർജ്ഡ് ഫ്രം ദ എംപ്ലോയി. എംപ്ലോയിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും എമൗണ്ട് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ അവിടെ എന്ത് ചെയ്യും? നമ്മൾ കുറക്കും കേട്ടോ. ദെൻ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഫോർ ഓൾ എംപ്ലോയീസ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്, ഒരു 18 ആയിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞാൽ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ഇപ്പോൾ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഏതൊക്കെയെന്ന് ഒന്നും കൂടി ഓടിച്ച് നോക്കാം. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അക്കോമഡേഷൻ പ്രൊവൈഡ് അറ്റ് കൺസെഷൻ റെൻറ്റ്, ഒബ്ലിഗേഷൻ. ഇത് രണ്ടും നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നീട് പറയും കേട്ടോ. ദെൻ ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി പെയ്ഡ് ബൈ ദ എംപ്ലോയർ, ക്ലബ്ബ്, ഹോട്ടൽ ബിൽസ്, ലോൺ റീപേയ്മെൻറ്റ്, സാലറി ടു സെർവൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനി സം എഫക്റ്റീവ് ഇൻഷുറൻസ് ഓഫ് ലൈഫ് ഓഫ് എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ആനുറ്റി അതർ ദാൻ RPF, അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് ഓർ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. ഇതിൽ ഈ RPF-ലും അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ടിലും അല്ലാതെ ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഇൻഷുറൻസിലേക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ. ഇനി സൂപ്പറാനുവേഷൻ ഫണ്ടിലാണെങ്കിലോ, ദെൻ സൂപ്പറാനുവേഷൻ ഫണ്ടിലാണ് 1,50,000 മുകളിലാണെങ്കിൽ, അതുപോലെ തന്നെ വാല്യൂഷൻ ഓഫ് സെറ്റ് ഇക്വിറ്റി ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ ലോൺ എക്സീഡ് 20,000 മുകളിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുത്താൽ എങ്ങനെ? SBIയുടെ റേറ്റ് എടുക്കും മൈനസ് ദ റൈറ്റ് ഫോർ വിച്ച് ഈസ് ഗിവൺ. എത്രയാണോ എംപ്ലോയിയുടെ ചാർജ് ചെയ്യുന്നത്, ഓർ റൈറ്റ് ഫോർ വിച്ച് ദ എംപ്ലോയേഴ്സ് ചാർജിങ് ഫ്രം ദ എംപ്ലോയി, എത്രയാണോ കുറക്കുന്നത് അത്. ദെൻ അടുത്ത വാല്യൂ ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓർ അമ്യൂണിറ്റീസ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഓഫ് അമ്യൂണിറ്റീസിൽ ഹോളിഡേ എൻജോയ്മെൻറ്റ് എല്ലാവർക്കും കൊടുക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ല. ഫ്രീ ഫുഡ് അപ് ടു 50 എക്സംപ്റ്റ്. ദെൻ ഗിഫ്റ്റ് ഇൻ കൈൻഡ് അപ് ടു 5,000. ക്യാഷ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. Then expenses of credit card, if it is used for exclusively for business, then it exempt, otherwise taxable. Then club expenses nil if it is available for all employees, if that is for the purpose of business, official purpose. രണ്ട് കാര്യം. Then use of movable asset യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഉള്ള മൂവബിൾ അസറ്റാണ് യൂസ് ചെയ്യാൻ കൊടുത്തതെങ്കിൽ നോ പെർക്വിസിറ്റ്സ്. അല്ലെങ്കിൽ എത്രയാണ് കോസ്റ്റ്? എത്ര? ബിലോങ്സ് ടു 10% പെർ ആനം ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ യൂസ് ചെയ്യാൻ കൊടുത്തു, അങ്ങനെയാണെങ്കിൽ എത്രയാണോ കോസ്റ്റ്, ആ കോസ്റ്റിൻ്റെ 10% പെർ ആനം. അപ്പോൾ 7,000 രൂപയുടെ റെഫ്രിജറേറ്റർ 700 പെർക്വിസിറ്റ്സ് വരിക യൂസ് ചെയ്യാനാണെങ്കിൽ. ട്രാൻസ്ഫർ ചെയ്താണെങ്കിൽ വേറെ കേട്ടോ, കാൽക്കുലേഷൻ മാറും, ശ്രദ്ധിക്കണേ. ദെൻ യൂസ് ഓഫ് മൂവബിൾ അസറ്റ്സിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്.
50% in case of electronic equipment like computers. Then in case of motor cars, 20%, less amount recovered, cost minus 20% of the depreciation, WDV, then amount recovered. Then other asset, cost 10%, cost minus 10% of depreciation. But a straight line method ആണ്, depreciation straight line method ആണ്. Then amount recovered from the employee. ഇത്രയാണ്. Then perks taxable for specific employees. സ്പെസിഫിക് എംപ്ലോയീസിന് ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഏതൊക്കെയെന്നാണ് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഇവിടെ സ്പെസിഫിക് എംപ്ലോയീസ് ആരാന്ന് നോക്കാം. സ്പെസിഫിക് എംപ്ലോയീസിന് ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഏതൊക്കെയെന്ന് പറയുന്നു. അപ്പോൾ ആരാണ് സ്പെസിഫിക് എംപ്ലോയി? ഇവിടെ സ്പെസിഫിക് എംപ്ലോയി എന്ന് പറയുന്നത് ദ സ്പെസിഫിക് എംപ്ലോയി ഈസ് വൺ ഹൂ സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സ്പെസിഫിക് എംപ്ലോയി എന്ന് വിളിക്കാം. ഹി ഈസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി, or he possesses 20% of equity shares in a company. If he is a director, then he is a specific employee. Then if he possesses 20% of the equity shares in 20% possess ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയുടെ, സ്പെസിഫിക് എംപ്ലോയി ആണ്. Then his salary income exceeds 50,000. ഒരാളുടെ സാലറി 50,000 കൂടിയാൽ അദ്ദേഹം സ്പെസിഫിക് എംപ്ലോയി ആണ്. All monetary payment like basic salary, DA, bonus, commission, taxable allowance, etc. after allowing deduction under section 16. സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് കഴിച്ചിട്ട് അദ്ദേഹത്തിന് 50,000 ശമ്പളം ഉണ്ട് എങ്കിൽ അദ്ദേഹം സ്പെസിഫിക് എംപ്ലോയിയാണ്, സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും സ്പെസിഫൈഡ് എംപ്ലോയി അല്ലാത്തത്? എല്ലാവരും. കാരണം 5,000 കുറഞ്ഞൊരു ശമ്പളമുള്ള ആരും ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് വളരെ ചാൻസ് കുറവാണ്. കാരണം മിനിമം വേജ് ആക്ട് പ്രകാരം 5,000 ഒരാൾക്ക് ശമ്പളം വേണമെന്നൊക്കെയുള്ള റൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ 50,000 വാർഷിക ശമ്പളമുള്ള വർഷത്തിലാണ് പെർ ഇയർ 50,000 ശമ്പളമുള്ള ഒരു വ്യക്തി എന്താണ് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ താഴെ പറയാൻ പോകുന്ന പെർക്സ് എന്താണ്, പെർക്വിസിറ്റ്സ് എന്താണ്, ടാക്സബിൾ ആണ് എല്ലാവർക്കും. ഓൾ എംപ്ലോയീസ് എന്ന് പറഞ്ഞില്ല, സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്നാണ് പറഞ്ഞത്. ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് മേ ബി അപ്ലിക്കബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് കേട്ടോ. So following perquisites are taxable for specified employees only. താഴെ പറയുന്ന perquisites സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആണ്. ഏതൊക്കെ? ഗ്യാസ്, ഇലക്ട്രിസിറ്റി പ്രൊവൈഡഡ് അറ്റ് ഫ്രീ ഓർ കൺസെഷൻ റേറ്റ്. ഇതിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ പറയും കേട്ടോ. ദെൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, സാലറി ഓഫ് സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ആൻഡ് PA, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, മെഡിക്കൽ ഫെസിലിറ്റി, കാർ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ബൈ എ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. നേരത്തെ നമ്മൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇങ്ങോട്ട് കൺവെയൻസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? ടാക്സ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ബൈ എ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ അണ്ടർടേക്കിംഗ് കൊടുക്കുന്ന ചില ട്രാൻസ്പോർട്ട് ഫെസിലിറ്റികൾ എന്താണ്? ടാക്സബിൾ ആണ് കേട്ടോ. സ്പെസിഫൈഡ് എംപ്ലോയീസ് എല്ലാവരും പെടും എന്ന് നമ്മൾ പറഞ്ഞു. സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആണ്. ദെൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, ഇനി എഡ്യൂക്കേഷൻ ഫെസിലിറ്റി does not exceed 1,000 per child per month. If it exceeds 1,000 per month, the cost of education in similar institution will be taxable. ഒരു 1,000 രൂപ വരെ എന്താണ് ഒരു ചൈൽഡിന് എന്താണ് നമുക്ക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഉണ്ട് എങ്കിൽ, കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമ്മൾ പിന്നീട് പറയും. എന്താണ് അത് ടാക്സബിൾ ആണ് സ്പെസിഫൈഡ് എംപ്ലോയീസിന്. സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസിനും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടാക്സ് ഫ്രീ അല്ലെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഫോർ സ്പെസിഫിക് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് പറഞ്ഞു, പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ് പറഞ്ഞു, പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ സ്പെസിഫിക് എംപ്ലോയീസും പറഞ്ഞു. ഈ ഓൾ എംപ്ലോയീസിൽ ചിലത് നമ്മൾ തുടക്കത്തിൽ പറയാൻ വെച്ചിരുന്നു. അതിൽ ആദ്യം വരുന്നതാണ്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ആദ്യം വരുന്നതാണ് റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ. ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഫോർ ഓൾ എംപ്ലോയീസിൽ നമ്മൾ പറഞ്ഞതാണ് റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ അല്ലേ? അപ്പോൾ ആ റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പറയാം. റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് ഫ്രീ ആയിട്ട് താമസ സൗകര്യം കൊടുക്കുന്നതിനാണ് റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് റെൻ്റൊന്നും കളക്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഒരു പെർക്വിസിറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ റെൻറ്റ് ഫ്രീ അക്കമഡേഷൻ നോക്കാം.
അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് 2 കാറ്റഗറി ആക്കിയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ടാക്സബിലിറ്റി നോക്കാൻ 2 കാറ്റഗറി ആക്കിയിട്ടാണ് തിരിക്കുന്നത്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫോർ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് അതർ എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസിനാണ് എങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ടാക്സബിൾ അല്ലേ. റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്താണ്? റെന്റ് ഫ്രീ അക്കോമഡേഷനും അക്കോമഡേഷൻ ആയിട്ട് കൺസെഷൻ റെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് നമ്മൾ ടാക്സബിൾ പറഞ്ഞിട്ടുണ്ട്. ഓൾ എംപ്ലോയീസിന് ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ റെന്റ് ഫ്രീ അക്കോമഡേഷനാണ് പറയുന്നത്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ടാക്സബിൾ ആണ്. 2 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്, ഗവൺമെൻറ് എംപ്ലോയീസും അതർ എംപ്ലോയീസും. ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ്. അതാണ് അൺഫേർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ. അൺഫേർണിഷ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫേർണിഷ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചറൊന്നുമില്ല, കാലി വീട് മാത്രം നൽകുന്നതിനാണ് അൺഫേർണിഷ്ഡ് ഹൗസ് എന്ന് പറയുക. മറ്റുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഫർണിച്ചർ, TV, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, AC തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടൻസിൽസ് ഒക്കെ തരികയാണെങ്കിൽ അതെന്താണ്? അത് ഫേർണിഷ്ഡ് ആണ്. അപ്പോൾ അൺഫേർണിഷ്ഡ് ഹൗസിനാണെങ്കിൽ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന ലൈസൻസ് ഫീ ആണ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ. ദെൻ മറ്റൊന്ന് കോസ്റ്റ് ഓഫ്, ഇനി ഫേർണിഷ്ഡ് ആണെങ്കിൽ 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ. ഫേർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ ഫേർണിച്ചറിൻ്റെ കോസ്റ്റിന് 10% കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. അതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. അപ്പോൾ എന്താണ്? ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫേർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ. ഫേർണിഷ്ഡ് അല്ലെങ്കിൽ 10, പിന്നെ ലൈസൻസ് ഫീ മാത്രം. ക്ലിയർ ആണ്? ഇനി ആരാ ഗവൺമെൻറ് എംപ്ലോയി? ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്നത് ലോക്കൽ അതോറിറ്റീസിൻ്റെ എംപ്ലോയീസ് ഒന്നും എന്തല്ല, ഗവൺമെൻറ് എംപ്ലോയി അല്ല. ലോക്കൽ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്തല്ല, ഗവൺമെൻറ് എംപ്ലോയീസ് അല്ല. ഇനി അവർ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് അവിടെ ഡെപ്യൂട്ടേഷനിൽ നിൽക്കുകയാണെങ്കിൽ അവരും എന്തല്ല, ഗവൺമെൻറ് എംപ്ലോയി അല്ല. എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അവരെ കൺസിഡർ ചെയ്യുന്നത് പ്രൈവറ്റ് അല്ലെങ്കിൽ അതർ എന്നുള്ളതിലാണ്, മറ്റുള്ളതിലാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇനി റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്ന RFA എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്, അതർ എംപ്ലോയീസ് ഉണ്ട്. ഇനി അതർ എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ 2 തരത്തിൽ പറയുന്നുണ്ട്. ഓണർക്ക് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇഫ് ദ അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ കൊടുക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ ബിൽഡിങ്ങിലാണ് അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, അല്ല എങ്കിൽ മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എംപ്ലോയർ സ്വന്തം സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ സെൽഫ് ഓൺഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ എന്താണ്? പോപ്പുലേഷൻ്റെ ബേസിലാണ് നമുക്ക് പെർക്വിസിറ്റിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്നത് ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 25 lakh, 25 lakhൻ്റെ മുകളിൽ പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്താണ് അക്കോമഡേഷൻ കൊടുത്തതെങ്കിൽ 15% ഓഫ് ദി സാലറിയാണ്. സാലറിയുടെ 15% ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ. ക്ലിയർ ആണ്? റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15% ഓഫ് ദി സാലറിയാണ്. ഇനി പോപ്പുലേഷൻ ഈസ് 10 lakh to 25 lakh ആണെങ്കിൽ 10% ഓഫ് ദി സാലറിയാണ്. ഇവിടെ സാലറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്, താഴെ പറയുന്നുണ്ട്. ദെൻ അടുത്തത് ലെസ് ദാൻ 10 lakh ആണെങ്കിൽ 7.5% ഓഫ് ദി സാലറിയാണ് ഇവിടെ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ക്ലിയർ ആണ്? ഇനി റെൻറ്റഡ് ഹൗസിലാണെങ്കിലോ ഓണർക്ക് സ്വന്തമായിട്ടില്ല, ഹൗസില്ല, അപ്പോൾ ഒരു റെൻറ്റിന് എടുത്തിട്ട് കൊടുക്കുകയാണ്. റെൻ്റ് ആരാ കൊടുക്കുന്നത്? ഓണറാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് പെർക്വിസിറ്റ്സ് വാല്യൂ ചെയ്യുക? ടാക്സബിൾ ആണ്. എത്രയാണോ ഓണർ കൊടുക്കുന്ന റെൻറ്റ് അതെന്ത് ചെയ്യണം? നമ്മൾ സാലറിയിലേക്ക് ആഡ് ചെയ്യണം. എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇവിടെ എങ്ങനെ? ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദ ഓണർ ഓർ 15% ഓഫ് ദി സാലറി വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ എത്ര കൊടുത്തു എന്നുള്ളത് നോക്കണ്ട, ആക്ച്വൽ റെൻ്റ് ആണോ അതല്ല 15% ഓഫ് ദി സാലറി. എംപ്ലോയർ ഒരു റെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, അതോ അല്ലെങ്കിൽ 15% ഓഫ് ദി സാലറി, ഏതാണ് കുറവുള്ളത് അതാണ് ഇവിടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം. RFA ഇത് നമ്മൾ കാൽക്കുലേഷൻ വരുന്നതാണ്, ശ്രദ്ധിക്കുക. 2 കാറ്റഗറി ഉണ്ടാവും. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഗവൺമെൻറ് എംപ്ലോയി ആണോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നുള്ളതാണ്. ലോക്കൽ അതോറിറ്റിയിൽ വരുന്നത് എന്താണ്? നോൺ ഗവൺമെൻറ് എംപ്ലോയിലാണ് വരിക. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലൈസൻസ് ഫീ ആണ്. ദെൻ 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫേർണിച്ചറാണ്. ദെൻ അതർ എംപ്ലോയി ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഓണർഷിപ്പ് ഉണ്ടോ, അതായത് എംപ്ലോയറുടെ സ്വന്തം ബിൽഡിങ്ങിലാണോ നിൽക്കുന്നത്, അല്ല റെൻറ്റഡ് ബിൽഡിങ്ങിലാണോ. സ്വന്തം ബിൽഡിങ്ങിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് പോപ്പുലേഷനാണ് മാനദണ്ഡം. 25 lakh ആണെങ്കിൽ 15% ഓഫ് ദി സാലറി, 10 to 25 lakh ആണ് 10% ഓഫ് ദി സാലറി. ദെൻ ബിലോ 10 lakh ആണെങ്കിൽ 7.5% ഓഫ് ദി സാലറി. ഇനി ഫേർണിഷ്ഡ് ആണെങ്കിലോ 10% നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ, 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ. ഇനി അടുത്ത് വരുന്ന റെൻറ്റഡിലാണ് എങ്കിൽ ആക്ച്വൽ റെൻറ്റ് ഓർ 15% ഓഫ് ദി സാലറി. ആക്ച്വൽ റെൻറ്റ് or 15% of the salary whichever is less.
അതിൽ ഏതാണോ കുറവ് അതെടുത്താൽ മതി. പ്ലസ് ഫേർണിഷ്ഡ് ആണെങ്കിൽ 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജ് ഇഫ് ഹയർഡ്. ഇനി ഫർണിച്ചർ ചിലപ്പോൾ ഹയർ ചെയ്ത് കൊണ്ടുവന്നാണെങ്കിലോ, ഫർണിച്ചറും ഹയർ ചെയ്താണെങ്കിൽ അതിൻ്റെ ഹയർ ചാർജ്. ക്ലിയർ ആണ്? റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഇനി ചില സമയത്ത് അക്കോമഡേഷൻ കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ചിലപ്പോൾ എംപ്ലോയീസിനെ ഹോട്ടൽസിൽ താമസിപ്പിക്കുക, കുറഞ്ഞൊരു കാലത്തേക്ക് ചിലപ്പോൾ ഹോട്ടൽസിൽ താമസിപ്പിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഹോട്ടൽസിൽ താമസിപ്പിക്കുന്നുണ്ട് എങ്കിൽ 15 ദിവസത്തേക്ക് ഒരു ഹോട്ടലിൽ താമസിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, അത് നില്ലാണ്. അതിൻ്റെ വാല്യൂ എന്താണ്? നില്ലാണ്. പെർക്വിസിറ്റിൻ്റെ വാല്യൂ നില്ലാണ്. ദെൻ ഇഫ് ഇറ്റ് എക്സീഡ് 15 days, 15 days കൂടുതലാവുന്നുണ്ട് എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആ പെർക്വിസിറ്റ് എന്താണ്? ടാക്സബിൾ ആണ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ വരുന്നതാണ്. ആ പെർക്വിസിറ്റ് എന്താണ്? ടാക്സബിൾ ആണ്. എങ്ങനെയാണ് ടാക്സബിൾ ആവുന്നത്? 24% ഓഫ് ദി സാലറി ഫോർ ദ പീരീഡ് ഓഫ് ദി സ്റ്റേ ഓർ ഹോട്ടൽ വിൽ വിച്ച് എവർ ഇസ് ലെസ്. ഒന്നെങ്കിൽ 24% ഓഫ് ദി സാലറി ഫോർ ദ പീരീഡ് ഓഫ് ദി സ്റ്റേ. എത്ര തവണയാണ് അവർ അവിടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസമാണ് താമസിക്കുന്നത്, ആ ദിവസത്തേക്കുള്ള സാലറിയുടെ 24% എടുക്കും. ദെൻ ഹോട്ടൽ ബിൽ വിച്ച് എവർ ഇസ് ലെസ്. ഇനി ഹോട്ടൽ ബില്ല് എത്രയാണോ കിട്ടിയത്, അല്ലെങ്കിൽ 24% ഓഫ് ദി സാലറി. അപ്പോൾ 365 ദിവസത്തേക്ക് ഒരാൾക്ക് ഒരു 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ആ 365 ദിവസം 5 ലക്ഷം ഉണ്ടെങ്കിൽ ആ 365 ദിവസത്തെ സാലറീൻ്റെ അദ്ദേഹം എത്ര ദിവസം താമസിച്ചോ അതിലേക്ക് 24% എടുക്കും. എന്നിട്ടാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയുള്ളത്? സോ അപ് ടു 15 days നിൽ, ദെൻ എക്സീഡ് 15 days, ദെൻ 24% ഓഫ് ദി സാലറി ആൻഡ് ഹോട്ടൽ ബിൽ ഫോർ ദ പീരീഡ് ഓഫ് സ്റ്റേ ആൻഡ് ഹോട്ടൽ ബിൽ വിച്ച് എവർ ഇസ് ലെസ്. അത് കാൽക്കുലേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത്. ദെൻ അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് ദ സൈറ്റ്. ഇനി സൈറ്റിൽ, ഓൺ സൈറ്റിൽ നമ്മൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്, നില്ലാണ്. സൈറ്റിൽ കൊടുക്കും. പക്ഷേ അതിന് കണ്ടീഷൻ ഉണ്ട്. അത് ടെമ്പററി ഷെൽട്ടർ ആവുകയും, ദ ഷെൽട്ടർ ഈസ് ടെമ്പററി ഇൻ പർപ്പസ് ആൻഡ് ഇറ്റ്സ് പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗങ്ങളൊക്കെ മറിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈസ് നോട്ട് മോർ ദാൻ 800 square feet. 800 square feet കൂടുതൽ ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ഇറ്റ് ഷാൾ ബി ലൊക്കേറ്റഡ് ഇൻ more than 8 kilometers away from the local limits of the municipality or cantonment board. കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെ 8 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുകയും ചെറിയ ഏരിയയിലുള്ള, അത് സൈറ്റിലുള്ള ഷെൽട്ടറാണ്, ഡ്വെല്ലിംഗ് ആണ്, എന്നിട്ട് ഒരു 800 square feet മാത്രം ഉള്ളതാണ് എങ്കിൽ അതെന്താണ്? അതിൻ്റെ വാല്യൂ, പെർക്വിസിറ്റിൻ്റെ വാല്യൂ നില്ലാണ്. ഇനി അതല്ലെങ്കിൽ ഇറ്റ് ഷാൾ ബി ലൊക്കേറ്റഡ് ഇൻ റിമോട്ട് ഏരിയ. റിമോട്ട് ഏരിയയിൽ നിൽക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 8 കിലോമീറ്റേഴ്സ് അല്ല, റിമോട്ട് ഏരിയയിൽ നിൽക്കുന്നതാണ് എങ്കിലും അതെന്തല്ല, അതിൻ്റെ വാല്യൂ നില്ലായിരിക്കും. അപ്പോൾ റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 40 kilometers അവേ ഫ്രം ദ ടൗൺ ഹാവിങ് എ പോപ്പുലേഷൻ ഓഫ് 20,000. 40 kilometers away from a town having a population of 20,000. ക്ലിയർ ആണോ? ഇനി അടുത്തത് അക്കോമഡേഷൻ അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. ഇനി ട്രാൻസ്ഫർ, ഒരു വ്യക്തി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി ട്രാൻസ്ഫർ, അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു, ദെൻ ട്രാൻസ്ഫർ ചെയ്ത ആ സ്ഥലത്ത് വന്നിട്ട് അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് അക്കോമഡേഷൻ വന്നു അല്ലേ? ഇങ്ങനെ 2 സ്ഥലത്ത് അക്കോമഡേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ 2 സ്ഥലത്ത് അക്കോമഡേഷൻ വന്നാലും അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ്റെ പെർക്വിസിറ്റ്സ് മാത്രം കാണിച്ചാൽ മതി സാലറിയിൽ. പ്രൊവൈഡഡ് വൺ കണ്ടീഷൻ, ദിസ് ഫെസിലിറ്റി ഷാൾ ബി അവൈലബിൾ ഓൺലി അപ് ടു 90 days. ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആദ്യത്തെ സ്ഥലത്ത് അദ്ദേഹത്തിന് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു, ആ അക്കോമഡേഷൻ അദ്ദേഹം ഒഴിവാക്കിയില്ല. അതേസമയം മറ്റു സ്ഥലത്ത് പോയിരുന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് അക്കോമഡേഷൻ കിട്ടി. 2 സ്ഥലത്ത് അക്കോമഡേഷനായി. 2 സ്ഥലത്ത് അക്കോമഡേഷൻ വന്നാൽ ഇൻകം ടാക്സ് പറയുന്നത് ഒരു സ്ഥലത്ത് അത് ചെയ്ത് എവിടെയാണോ ഏറ്റവും കുറവ് അദ്ദേഹത്തിന് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വരുന്നത് അവിടുത്തെ ചെയ്താൽ മതി. പ്രൊവൈഡഡ് വൺ കണ്ടീഷൻ, 90 ദിവസം അദ്ദേഹത്തിന് പഴയ അക്കോമഡേഷൻ നിലനിർത്താൻ പറ്റുള്ളൂ. 90 ദിവസത്തെ കൂടുതൽ അദ്ദേഹം പഴയ അക്കോമഡേഷൻ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? അത് അദ്ദേഹത്തിന് ഫുള്ളി ടാക്സബിൾ ആണ്. എന്ന് പറഞ്ഞാൽ 2ൻ്റെയും പെർക്വിസിറ്റ്സ് എന്ത് ചെയ്യണം? അദ്ദേഹം ടാക്സബിൾ സാലറിയിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, അതിൻ്റെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ബേസിക് പേ, ഡിയർനെസ് പേ, ബോണസ്, കമ്മീഷൻ. ഡിയർനെസ് പേയും ഡിഎയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസിക് പേ, ഡിയർനെസ് പേ, ബോണസ്, കമ്മീഷൻ, ഓൾ ടാക്സബിൾ അലവൻസസ്. ഇപ്പോൾ ഡി എ അല്ല കേട്ടോ, എക്സംപ്റ്റ് ഡി എ.
ഡിയർനെസ് പേ എന്നാ പറഞ്ഞിട്ടുള്ളൂ, ഡി എ പറഞ്ഞിട്ടില്ല. പിന്നെ ഓൾ ടാക്സബിൾ അലവൻസ്, എല്ലാ ടാക്സബിൾ അലവൻസും. അപ്പോൾ ഓൾ ടാക്സബിൾ അലവൻസ് ഡി എ വരും, പക്ഷേ ഡി എ ഈസ് എക്സെപ്റ്റ്. ഡി എ എടുക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം, ആസ് പെർ ദ ടേംസ് ഓഫ് അഗ്രിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആസ് പെർ ദ ടേംസ് ഓഫ് സാലറി ആവണം, അല്ലെങ്കിൽ ഡി പി ആയിരിക്കണം. ഡി പി ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാതെ എല്ലാ ടാക്സബിൾ അലവൻസും കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ സാലറി എന്ന് പറയുന്നത്. പ്ലസ് ലീവ് എൻകാഷ്മെൻറ്റ് ഡ്യൂറിങ് സർവീസിലുള്ള ലീവ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാലറിയുടെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് ഒരു 33 32 ഒക്കെ എന്തുണ്ടാവും, ഒരു പിന്നെ വെക്കേഷൻ എൻജോയ് ചെയ്യാത്ത ആളുകൾക്ക് ലീവ് ഉണ്ടാവും. ഈ ലീവ് അവർക്ക് എന്ത് ചെയ്യുക, എൻകാഷ് ചെയ്യാം. സർവീസിലിരിക്കും എൻകാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് സാലറിയിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും എന്നർത്ഥം. അല്ല എങ്കിൽ എന്ത് ചെയ്യും, റിട്ടയർമെൻറ്റ് സമയത്ത് എൻകാഷ് ചെയ്യുകയാണെങ്കിൽ വേണ്ട, അല്ല സർവീസിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അത് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. പെർക്വിസിറ്റ്സിൻ്റെ കാൽക്കുലേഷനിൽ എന്ത് ചെയ്യും, അത് ഇൻക്ലൂഡ് ചെയ്യുന്നർത്ഥം, എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന്. അപ്പോൾ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് പറഞ്ഞു, പിന്നെ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ടു ഓൾ എംപ്ലോയീസ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, ടീ സ്നാക്ക് പ്രൊവൈഡ് ടു വർക്ക് പ്ലേസ്, ദെൻ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അറ്റ് സൈറ്റ് നമ്മളിപ്പോഴും പറഞ്ഞു, ദെൻ എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ, scholarship to employees, conveyance facility, expenses on refresher courses, tax paid by the employer for value of perquisites, employees contribution to staff group insurance scheme, perquisites to government employees posted abroad if he is a citizen of India, perquisites for high court and supreme court judges, rent free house to ministers or officers of parliament, opposition leaders, laptop and computers for free use ചെയ്യാനുള്ളത്, then periodicals and journals. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷൻ ലോൺ അപ് ടു 20,000, ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ടു specified diseases, then transfer of assets after using more than 10 years, asset transfer, leave travel concession നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നീട് പറയും കേട്ടോ. ദെൻ ടാക്സബിൾ പെർക്സ് ടു ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ, RFAയുടെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് എംപ്ലോയീസും നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഓൺഡ് ബൈ ദ ബിൽഡിംഗ്, ഓൺഡ് ബൈ ദ എംപ്ലോയർ, നോട്ട് ഓൺഡ് ബൈ ഓർ റെൻറ്റഡ്, രണ്ടിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ, പോപ്പുലേഷൻ ഇസ് ചെക്ഡ്, 25 lakh 15%, 25 to 10 lakh 10%, ബിലോ 10 lakh 7.5%. ദെൻ എംപ്ലോയറുടെ കേസിൽ ഇനി റെൻറ്റഡ് ഹൗസ് ആണെങ്കിൽ റെൻറ്റഡ് എത്രയാണോ റെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ഓഫ് ദി സാലറി വിച്ച് എവർ ഈസ് ലെസ് പ്ലസ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ, അല്ലേ 10% ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് വരുന്നത് വാല്യൂ ഓഫ് സെറ്റ് ഇക്വിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ്, കൺസെഷൻ റെൻറ്റ് പറഞ്ഞിട്ടില്ല, നമ്മൾ പറയും. ദെൻ ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി പെയ്ഡ് ബൈ ദ എംപ്ലോയർ, കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ കണ്ടീഷൻസ്. എനി സം to affect the insurance of life of employee is in respect of the contract of annuity other than RPF, superannuation fund or deposit linked insurance fund. Then value of set equity, contribution to superannuation fund exceeding 1.5 lakh. Then interest free or concession loan exceed 20,000. നേരത്തെ 20,000 വരെ എന്ന് പറഞ്ഞു. 20,000 മുകളിലാണെങ്കിൽ എന്താണ്, SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് മൈനസ് എത്രയാണ് SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് മാനദണ്ഡമാക്കിയെടുക്കുക. തീരെ ഇൻട്രസ്റ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ SBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, പെർക്വിസിറ്റിലേക്ക് ആഡ് ചെയ്യണം. ദെൻ വാല്യൂ ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഫുഡ് പറഞ്ഞു, ഹോളിഡേ എൻജോയ്മെൻറ്റ്, ഗിഫ്റ്റ് ഇൻ കൈൻഡ് എക്സെപ്റ്റ് ആണ്, ക്യാഷ് ആണെങ്കിൽ എന്താണ് ടാക്സബിൾ ആണ്. ക്ലബ് എക്സ്പെൻസ് ടാക്സബിൾ ആണ്. ഇനി അതിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ടാക്സബിൾ അല്ല പറഞ്ഞു. യൂസ് ഓഫ് മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ളത് കൊടുത്തതാണെങ്കിൽ ടാക്സബിൾ അല്ല. അല്ലാത്തത് എന്താണ്, 10% പെർ ആനം ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്, അത് എത്രയാണോ കോസ്റ്റ് ഓഫ് ദി അസറ്റ് അതിന് 10% വെച്ചിട്ട്. ദെൻ റെൻറ്റഡ് ആണെങ്കിൽ റെൻറ്റ് പേയബിൾ ബൈ ദ എംപ്ലോയർ മൈനസ് എമൗണ്ട് റിക്കവേർഡ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ് ഓഫ് അസറ്റ്, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, ടാക്സബിൾ പെർക്വിസിറ്റ്സ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് അസറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, 50%, 20%, 10% വെച്ചിട്ട് പിന്നെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് എമൗണ്ട് റിക്കവേർഡ് ഉള്ളതും കുറച്ചിട്ടുള്ള എമൗണ്ട് കോസ്റ്റ് എന്ന് കേട്ടോ. അടുത്തത് പെർക്വിസിറ്റ് ടാക്സബിൾ ഫോർ സ്പെസിഫിക് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് ആരാണ് എംപ്ലോയീസ്, സ്പെസിഫിക് എംപ്ലോയീസ് ആരാന്ന് പറഞ്ഞു. ഡയറക്ടർ അല്ലെങ്കിൽ 20% കമ്പനി ഷെയറുള്ള ആൾ, അല്ലെങ്കിൽ 50,000 രൂപേൻ്റെ മുകളിൽ സാലറി ഉള്ള ആൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.
അപ്പോൾ നന്നായിട്ട് ഇത് ശരിക്കും നിങ്ങൾ പഠിക്കണം. ഈ സാലറി എന്ന് പറയുന്ന ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ സാലറിയും അതുപോലെ തന്നെ ഇൻകം ഫ്രം ബിസിനസ്സുമാണ്. ഏകദേശം ഒരു മോർ ദാൻ 60% ഇൻകം ടാക്സിൻ്റെ ഭാഗം കവർ ചെയ്യും. ഈ 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്തു, നിങ്ങൾ ഏകദേശം എല്ലാ ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് സമയം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ അലവൻസാണ് പറഞ്ഞിട്ടുള്ളത്. അലവൻസിൻ്റെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു അലവൻസ് കാണാം. അതിന് മുമ്പത്തെ സാലറിയുടെ ഡീറ്റെയിൽസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, അതും കാണാം. ഇങ്ങനെ 3 എണ്ണമാണ് സാലറി ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പത്തെ ബേസിക്സൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.